പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം, ദൈവത്തിൻ്റെ കരുണയാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ വേദനകൾ ഏറ്റെടുത്ത് നമുക്ക് ആശ്വാസം പകരുവാൻ, സൗഖ്യം നൽകുവാൻ, ദൈവകരുണ കൊണ്ട് നിറയ്ക്കുവാൻ ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് യാചിക്കാം, പ്രതീക്ഷിക്കാം. പ്രത്യാശയോടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഉത്സവസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം ദൈവകരുണയെ ധ്യാനിക്കാം. ആ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ലോകം മുഴുവൻ്റെ മേലും കർത്താവ് തൻ്റെ കരുണ വർഷിക്കുന്നതിന് നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് യൂദാസിൻ്റെ ലേഖനം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ താക്കീതും ഉപദേശവും, ആ ഒരു തലക്കെട്ടിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അവസാന നാളുകളിൽ നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതോടൊപ്പം നമുക്ക് ചേർത്ത് വെച്ച് ധ്യാനിക്കാവുന്ന ഒരു വചനഭാഗമാണ് 2 പത്രോസ് 2-ാം അധ്യായം 10-ാമത്തെ വചനം, 12-ാമത്തെ വചനം, 14-ാമത്തെ വചനം. 10-ാമത്തെ വചനം ആദ്യം നമുക്കെടുക്കാം. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണ് അവർ. യൂദാസും തൻ്റെ ലേഖനത്തിൽ പ്രത്യേകം ഒരു ഉപദേശമായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്ന ചില കാര്യങ്ങൾ അവസാന നാളുകളിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. ലോകം മ്ലേച്ഛത കൊണ്ട് നിറയുമ്പോഴും ദൈവമക്കൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിച്ചാൽ, ദേശത്ത് നടമാടുന്ന മ്ലേച്ഛതകൾ കണ്ടിട്ട് കണ്ണീരോടെ ഉപവസിച്ച് പരിഹാരപ്രവൃത്തി ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവർ സുരക്ഷിതരാണ്. അല്ലാത്തവർക്ക് ആ ഒരു സുരക്ഷിതത്വം ഉണ്ടാകണമെന്നില്ല. 12-ാമത്തെ വചനം 1 പത്രോസ് 2:12 നമ്മൾ വായിക്കുന്നു, കൊല്ലപ്പെടുന്നതിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് അവർ. ദൈവമക്കൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതെല്ലാം മറന്നിട്ട് വേണമെങ്കിൽ അവർക്ക് മൃഗതുല്യം ജീവിക്കാം. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സഹജവാസന, തിന്നണമെന്ന് തോന്നുമ്പോൾ തിന്നുക, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കുക, അങ്ങനെ ശരീരം ഇഷ്ടപ്പെടുന്നതനുസരിച്ച് സഹജവാസനയാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ. അതല്ല ദൈവമക്കൾക്ക് വേണ്ടത്. നമുക്ക് ദൈവവചനം എങ്ങനെ നമ്മൾ ജീവിക്കണം, എന്ത് നമ്മൾ ലക്ഷ്യം വയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിലാണ് നാം ജീവിക്കേണ്ടത്, അല്ലാതെ മൃഗതുല്യമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 2:14, വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു. അവർ അത്യാഗ്രഹത്തിൽ
തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിൻ്റെ സന്തതികളുമാണ്. ഇങ്ങനെ ഈ 3 വചനങ്ങൾ 2 പത്രോസ് 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ ചില മ്ലേച്ഛതകൾ, അവസാന നാളുകളിൽ നാം കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, ഭക്തി രാഹിത്യത്തെക്കുറിച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണങ്ങളാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ യൂദാസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ ഉണ്ടാവും. ഇതൊക്കെ വീണ്ടും അധമവികാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മ്ലേച്ഛതകളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 19-ാമത്തെ വചനം, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. നമുക്ക് ആത്മാവ് ഉള്ളിലുള്ളവർ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, അത് ആത്മീയ മനുഷ്യർ. ഈ ആത്മാവ് ഇല്ലാത്തവര്, ആത്മീയമായ ചിന്ത ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ടാകാം. അവരാണ് ലൗകികര്, ജഡികര്. നാം അവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. വീണ്ടും 20-ാമത്തെ വചനം, എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. ചുറ്റുപാടും ആളുകൾ ദൈവത്തെ അറിയാത്തവരെ പോലെ മ്ലേച്ഛതയിൽ മുഴുകി അധമ വികാരങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. 21-ാമത്തെ വചനം, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. കർത്താവിൻ്റെ കരുണയെ ഉറ്റുനോക്കി ജീവിക്കാനുള്ള ഒരു കടമ ഉള്ളവരാണ് ദൈവമക്കൾ എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്കറിയാം. ദൈവകരുണ കിട്ടാൻ പല മാർഗങ്ങളുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും നല്ലതാണ്. 1-ാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയെ ഉറ്റുനോക്കുക. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ് യൂദാസിൻ്റെ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ കരുണയെ ഉറ്റുനോക്കുക. ഇതേ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 123 അതിൻ്റെ 2-ാമത്തെ വചനം എടുക്കുമ്പോൾ സങ്കീർത്തനം പറയാണ്, എനിക്ക് ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കുവോളം ആ ദൈവത്തെ തന്നെ ഞാൻ നോക്കിയിരിക്കും. ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യൻ എല്ലാ ദിവസവും ഈ ജോൺ മരിയ വിയാനി വികാരിയായിരുന്ന ആ പള്ളിയിൽ വരും. സക്രാരിയുടെ മുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് സക്രാരിയിലേക്ക് ഉറ്റുനോക്കിയിരിക്കും. 1 നിമിഷം 2 നിമിഷമൊന്നുമല്ല, അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ സമയം ഈ സക്രാരിയിലേക്ക് നോക്കിയിരുന്ന് പിന്നീട് വലിയ ആനന്ദത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ആ മനുഷ്യനോട് ചോദിച്ചപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എനിക്കറിയാം എന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ് ആ സക്രാരിയിലുള്ളത്. ഞാൻ ആ ദൈവത്തെ നോക്കിയിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് ഒരു വലിയ ശക്തി എന്നിൽ വന്ന് നിറയുന്നത് അനുഭവിക്കാൻ പറ്റും. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വന്ന് നിറയുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ആ സന്തോഷത്തിൽ ഞാൻ ഭവനത്തിലേക്ക് പോകും. അപ്പോൾ ഈ ദൈവത്തെ ഉറ്റുനോക്കിയിരുന്നാൽ അത് വലിയൊരു പ്രാർത്ഥനയായി മാറും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും വരുന്നതിന് കാരണമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 2-ാമത്തെ ഒരു കാര്യം നമ്മൾക്ക് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
പാപികളോടൊത്ത് വസിക്കരുത്. ദൈവകരുണ കിട്ടാനും ആ കരുണയിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നവര് പാപികളോടൊത്ത് വസിക്കരുത്. നമ്മൾ കണ്ട 2 വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവര്, ദൈവത്തെ വേണ്ടതുപോലെ അറിയാത്തവര്, അറിഞ്ഞിട്ടും ദൈവത്തെ സ്നേഹിക്കാത്തവര്, അവർ പാപത്തിൽ മുഴുകും, അവർ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ പാപത്തിൽ മുഴുകരുത്. വി മസ്റ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഈ ഡിഫറൻസ് ഉണ്ടാകാൻ സംഭവിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ തൊടണം, ദൈവത്തിൻ്റെ സ്പർശനം നമുക്ക് കിട്ടണം, ദൈവാനുഭവം നമുക്കുണ്ടാകണം. അത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രഭാഷകൻ 13 1-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരുമായിട്ടാണോ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത്, അത് പ്രധാനപ്പെട്ടതാണ്. നല്ല പ്രാർത്ഥനക്കാരുമായിട്ട് കൂട്ടുകൂടിയാൽ ആത്മീയ ജ്വലനം നമുക്കുണ്ടാവും. പാപികളായിട്ട് കൂട്ടുകൂടിയാൽ പാപത്തിൽ വളരുന്ന അവസ്ഥയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. പറയുന്നുണ്ട് ഇവിടെ പ്രഭാഷകൻ 13:1 പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളോട് നിങ്ങൾ കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയാൽ നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരിയായിട്ട് മാറും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആ മുല്ലപ്പൂവിനോട് ചേർന്ന് നിൽക്കുന്നവയ്ക്കും അതിൻ്റെ സൗരഭ്യമുണ്ടാകും എന്ന് പറഞ്ഞ പോലെ, ആത്മീയതയുള്ളവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആത്മീയ സൗരഭ്യമുണ്ടാകും. പാപത്തിൻ്റെ ആ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്നവരിൽ പാപം വമിക്കുന്ന ആ ഒരവസ്ഥയുണ്ടാകാം. നമ്മുടെ തീരുമാനം നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. 1-ാമത്തെ കാര്യം, ദൈവ കരുണ കിട്ടാനും ആ കരുണയിൽ ജീവിക്കാൻ, വളരാൻ നമ്മെ സഹായിക്കുന്ന 3-ാമത്തെ കാര്യമാണ്. യൂദാസിൻ്റെ ആ ഒരു ലേഖനം വായിക്കുമ്പോൾ 1:22 എടുത്താൽ 1:22 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭയത്തോടെ പാപിയോട് കരുണ കാണിക്കുക. ഭയത്തോടെ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരിക്കലും നമ്മൾ പാപിയോട് ചേർന്ന് പാപത്തിലേക്ക് പോകരുത്. പാപത്തിൽ വീഴാതെ പാപിയോട് കരുണ കാണിക്കാൻ പറ്റും. അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യേശുവിനുണ്ടായിരുന്നത് പാപത്തോട് സന്ധിയില്ലാത്ത ഒരു എതിർപ്പ്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും പാപികളോട് കരുണ. പാപത്തോട് നമ്മൾ ചെറുത്ത് നിൽക്കണം, പക്ഷേ പാപിയെ വെറുക്കരുത്. പാപത്തെ വെറുക്കണം, പാപിയെ സ്നേഹിക്കണം. ഈ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടവരാണ് ദൈവമക്കൾ. കാരണം ഇതായിരുന്നു യേശു എടുത്ത സ്റ്റാൻഡ് എന്നുള്ളത് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നിവർത്തിക്കാൻ പരിശ്രമിക്കുന്നെങ്കിൽ ദൈവകരുണയ്ക്ക് നമുക്കൊരിക്കലും കുറവ് വരത്തില്ല. മറ്റുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കുന്നതിന് നമ്മൾ കാരണമായി മാറുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മെയും ലോകം മുഴുവനെയും ദൈവം തൻ്റെ കരുണയാൽ നിറച്ച് ആ കരുണയിൽ കാത്തുകൊള്ളുവാൻ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.